ഞാൻ ഇന്ന് ചെയ്യുന്ന വീഡിയോ തുഷാരഗിരി വെള്ളച്ചാട്ടത്തെ പറ്റിയാണ്. അപ്പോൾ വയനാട് ചുരം ഇറങ്ങി വരുമ്പോൾ 14 ഹെയർ പിൻ ഉണ്ട്. അതിൽ രണ്ടാമത്തെ ഹെയർ പിൻ കഴിഞ്ഞ് ഇടത്തോട്ട്, അതല്ല ചുരം കയറുകയാണെങ്കിൽ ഒന്നാമത്തെ ഹെയർ പിൻ കഴിഞ്ഞ് വലത്തോട്ട് പോയി ഒരു 5 കിലോമീറ്റർ പോയി കഴിയുമ്പോഴാണ് തുഷാരഗിരി വെള്ളച്ചാട്ടം ഉള്ളത്. അപ്പോൾ ഇത് പശ്ചിമഘട്ടത്തിൽ നിന്ന് 2 നീരൊഴുക്കൾ ഒരുമിച്ച് ചേർന്നിട്ട് ചാലിപ്പുഴയായിട്ട് മാറുന്നു. ആ ചാലിപ്പുഴ 3 വെള്ളച്ചാട്ടമായിട്ട് പിന്നെയും അത് വിഭജിച്ച് പോകുന്നു. അതിൽ ഒരെണ്ണമാണ് തേൻപാറ. അതാണ് ഏറ്റവും വലിയ വെള്ളച്ചാട്ടം. 75 മീറ്റർ ഉയരത്തിൽ നിന്നാണത് വീഴുന്നത് എന്ന് പറയുമ്പോൾ ഏകദേശം 246 അടി. പിന്നെ രണ്ടാമത്തെ ആണ് ഇരട്ടുമുക്ക്, മൂന്നാമത്തത് മഴവിൽച്ചാട്ടം. ഈ മനോഹരമായിട്ടുള്ള വഴി കവർ ചെയ്തിട്ട് വേണം നമുക്ക് തുഷാരഗിരിക്ക് പോകാൻ വേണ്ടി. അപ്പോൾ തുഷാരഗിരി ഏകദേശം ഇനി 1 കിലോമീറ്റർ കൂടെ ഉള്ളൂ. ഇപ്പോൾ ഞങ്ങൾ തുഷാരഗിരി പാലത്തിൻ്റെ മുകളിലെത്തി. ഇന്ന് ഭയങ്കരമായിട്ട് മഴയും അതുപോലെ തന്നെ വെള്ളം കൂടുതലായതുകൊണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തോട്ട് ആരും വിടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പാലത്തിൻ്റെ മുകളിൽ നിന്ന് തന്നെ ഈ പശ്ചിമഘട്ടത്തിൻ്റെ ഭംഗിയും മരങ്ങളുടെ ഇടയിൽ കൂടി തുഷാരഗിരി വെള്ളച്ചാട്ടം വെള്ളം ഒഴുകി വരുന്നതിനെ കാണേണ്ട ഒരു അവസ്ഥയായിപ്പോയി. എന്നാലും നമ്മളവിടെ നിന്ന് എൻജോയ് ചെയ്യണം. പിന്നെ ഈ പാലത്തെപ്പറ്റി പറയുമ്പോൾ കേരളത്തിലെ ഉയരം കൂടിയ ആർച്ച് പാലങ്ങളൊന്നാണ് ഈ തുഷാരഗിരി പാലം. പിന്നെ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ തിരിച്ച് നമ്മൾക്ക് അടിവാരത്തോട്ട് പോകണമെങ്കിൽ തിരിച്ചു പോകേണ്ട കാര്യമില്ല. ഈ റോഡിന് നേരെ പോയി കഴിഞ്ഞാൽ 2 രീതിയിൽ പോകാം. ഇടത്തോട്ട് പോകുന്ന വഴി റോഡുകൊണ്ട് വലത്തോട്ടുണ്ട്. ഇടത്താണെങ്കിൽ കോടഞ്ചേരി ഇത്തിരി കറങ്ങി വരണം. വലത്തോട്ടാണെങ്കിൽ നമുക്ക് നല്ല ഒരു റോട്ടിൽ കൂടി നല്ലൊരു പ്രകൃതിയും പിന്നെ അതുപോലെ തന്നെ ഈ റബ്ബറിൻ്റെ മരങ്ങളും ചെറിയൊരു കാടും ഒക്കെ ആസ്വദിച്ച് പോകാൻ പറ്റും. ഒരു 8 കിലോമീറ്റർ കൊണ്ട് നമ്മൾ അടിവാരത്ത് എത്തുകയും ചെയ്യും. അപ്പോൾ ഈ തുഷാരഗിരിയുടെ പേര് ശരിക്കും പറയുന്നതിൽ മഞ്ഞ് മൂടിയ മലകൾ. അതേപോലെ തന്നെ നമ്മളുടെ മുഖത്തോട്ട് വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വളരെ ഭംഗിയായിരുന്നു ഈ മുകളിൽ നിന്ന് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നത് കാണാൻ വേണ്ടി. അടുത്ത് പോകാൻ പറ്റിയില്ല, ഒരുപക്ഷെ അടുത്ത പ്രാവശ്യം പോകാൻ പറ്റുമെന്ന് വിചാരിക്കാം. അപ്പോൾ വഴി എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ അടിവാരത്തിൽ നിന്ന് ചുരം കയറി തുടങ്ങുമ്പോൾ 14 ഹെയർ പിൻ ഉണ്ട്. ആദ്യത്തെ ഹെയർ പിൻ കഴിഞ്ഞ് കഴിയുമ്പോൾ വലത്തോട്ട് പോവാം 5 കിലോമീറ്റർ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ചുരം ഇറങ്ങി വരണമെങ്കിൽ 13ാമത്തെ ഹെയർ പിൻ കഴിഞ്ഞ് 14-ന് മുമ്പായിട്ട് ഇടത്തോട്ട് പോവുക. അപ്പോൾ വളരെ നല്ലൊരു വെള്ളച്ചാട്ടമാണ്. അപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾ ഈ വഴി പോകുമ്പോൾ ഇത്തിരി സമയം കയ്യിൽ വെച്ചിട്ട് തുഷാരഗിരിയിലൂടെ കയറിയിട്ട് വയനാട് ആസ്വദിക്കാം. വയനാട് മിനിമം ഒരു 4 ദിവസമെങ്കിലും വേണ്ടി വരും. വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സമയത്തിന് നന്ദി. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു. ബൈ.